الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله على نبينا محمد وآله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ തഖ്വ ചെയ്ത് സൂക്ഷ്മതയുള്ള ക്രമവും ചിട്ടയുമാർന്ന ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. മരിക്കുവോളം അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കാനും അതിന് മാത്രം പിന്തുടരാനും ബാത്തുലാണെന്നറിഞ്ഞ് അതിനെ വർജിക്കാനും അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. മുഹറം മാസത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. ദുൽഹിജ്ജ മാസം കഴിഞ്ഞ് മുഹറം മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മുസ്ലിം സമൂഹം മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ദുൽഹിജ്ജയിൽ നമ്മൾ സാധാരണ ഇബ്രാഹിം അലൈഹിസ്സലാമും അതുമായി ബന്ധപ്പെട്ട ചരിത്ര സംഭവങ്ങളെ മനസ്സിലാക്കുകയും അതിൽ നിന്ന് ധാരാളം പാഠങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യലുണ്ട്. പൊതുവെ അമ്പിയാക്കളുടെ, മുർസലീങ്ങളുടെ ചരിത്രം പരിശുദ്ധ ഖുർആൻ പറഞ്ഞു നൽകുന്നത് വിശ്വാസികളുടെ ഹൃദയം സ്ഥൈര്യത്തോടെ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ്. ഖുർആൻ അത് പറയുന്നുണ്ട്. മാ നുസബ്ബിതു ബിഹി ഫുആദക്. വ്യത്യസ്ത അമ്പിയാക്കളുടെ ചരിത്രം പറഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അല്ലാഹ് പറയുന്നതാണ്. എന്തിനാണത് ഇങ്ങനെ ചരിത്രങ്ങൾ പറഞ്ഞു തരുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് ചരിത്രം പറഞ്ഞു തരുന്നത് വെച്ചാൽ മാ നുസബ്ബിതു ബിഹി ഫുആദക്, താങ്കളുടെ ഹൃദയത്തെ ഉറപ്പിച്ചു നിർത്താൻ പര്യാപ്തമായ ചരിത്ര സംഭവങ്ങൾ നാം താങ്കൾക്ക് വിവരിച്ചു നൽകുന്നു എന്നാണ് അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പോൾ വഹീ ലഭിക്കുന്ന അമ്പിയാക്കളിൽ ഏറ്റവും ശ്രേഷ്ഠനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹ് പറയാണ്, താങ്കളുടെ ഹൃദയത്തെ ഉറപ്പിച്ചു നിർത്താൻ അമ്പിയാക്കളുടെ ചരിത്ര സംഭവങ്ങൾ വിവരിച്ചു നൽകുകയാണ്. മുഹറം മാസത്തിനും അങ്ങനെ ചില പ്രത്യേകതകൾ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അതിൽ ഒരു പ്രത്യേകത, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ച പ്രത്യേകം ബഹുമാനം നൽകിയ 4 മാസങ്ങളിൽ ഒന്നാണ്. ദുൽഹിജ്ജ, ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, അതേപോലെ തന്നെ റജബ്, അതിൽപ്പെട്ട ഒന്നാണ് മുഹറം മാസം. അതേപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് കാണാം, അഫ്ളു സിയാമി ബഅദ റമദാന ശഹ്റുല്ലാഹിൽ മുഹറം. റമദാനിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠതയുള്ള നോമ്പ് കൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ടത് മുഹറത്തിലാണ്. അതുകൊണ്ട് മുഹറം മാസത്തിൽ സുന്നത്തായ നോമ്പുകൾ അധികരിപ്പിക്കുന്നത് ഉചിതമായ കാര്യമാണ്. അതേപോലെ തന്നെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് സ്വഹാബികൾ ഒന്നടങ്കം മുഹറം മാസത്തെ ഹിജറ വർഷം നിശ്ചയിച്ചപ്പോൾ അതിൻ്റെ 1-ാമത്തെ മാസമായി നിശ്ചയിച്ചു എന്നുള്ളതും കാണാൻ സാധിക്കും. ഇവിടെ പരിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണർത്തുന്ന ഒരു കാര്യമുണ്ട്. മൂസ അലൈഹിസ്സലാമിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട്
അള്ളാഹു പറയണം, വലഖദ് അർസൽനാ മൂസ ബിആയാതിന, മൂസ അലൈഹിസ്സലാമിനെ നമ്മുടെ ദൃഷ്ടാന്തങ്ങളുമായി നാം അയക്കുകയുണ്ടായി. എന്തിനാണത്? അൻ അഖ്രിജ് ഖൗമക മിനദ്ദുലുമാതി ഇലന്നൂർ, താങ്കളുടെ സമൂഹത്തെ താങ്കൾ ഇരുളുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് മൂസ അലൈഹിസ്സലാമിനെ നിയോഗിക്കുന്നത്. അപ്പോൾ ബനു ഇസ്രായേല്യർ അവർ അമ്പിയാക്കളുടെ മുർസലീങ്ങളുടെ പാതയിൽ നിന്ന് അകന്ന് അള്ളാഹു നൽകിയിരിക്കുന്ന ഹിദായത്തിൻ്റെ മാർഗത്തിൽ നിന്ന് അകന്നു ജീവിക്കുന്ന ഒരു സമൂഹമായി മാറിയിരുന്നു. ആ സമയത്ത് താങ്കളുടെ സമൂഹത്തെ ഇരുളുകളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരണം, അവർക്ക് വെളിച്ചം കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആയാത്തുകളുമായി മൂസ നബി അയച്ചു. വദക്കിർഹും ബി അയ്യാമില്ല, അവർക്ക് അള്ളാഹുവിൻ്റെ ദിവസങ്ങളെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തണം എന്നുള്ള പറയണം. അയ്യാമില്ല, ബി അയ്യാമില്ല. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലികുല്ലി സബ്ബാരിൻ ശകൂർ, തീർച്ചയായും അതിൽ നല്ല രീതിയിൽ ക്ഷമ അവലംബിക്കുന്ന, നന്ദി രേഖപ്പെടുത്തുന്ന ആളുകൾക്ക് ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ഇവിടെ അള്ളാഹുവിൻ്റെ ദിനങ്ങളെക്കുറിച്ച് അവരെ ഓർമ്മപ്പെടുത്തണം എന്നുള്ളതിന് രണ്ട് വ്യാഖ്യാനങ്ങളാണ് ഉലമാക്കൾ നൽകിയിരിക്കുന്നത്. ഒന്ന്, അയ്യാമുള്ള എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല ബനു ഇസ്രായേലിയർക്ക് പ്രത്യേകമായി നൽകിയിരിക്കുന്ന ധാരാളക്കണക്കിന് അനുഗ്രഹങ്ങളുണ്ട്, അതിനെക്കുറിച്ച് അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തണം. ഓരോ സമൂഹവും അങ്ങനെ ഓർമ്മിക്കേണ്ടതുണ്ട്. അള്ളാഹു അവർക്ക് നൽകിയിരിക്കുന്ന പ്രത്യേകമായ നിഅമത്തുകളെ ഇടയ്ക്ക് ഓർക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനും പ്രത്യേകമായ ധാരാളം നിഅമത്തുകൾ നൽകപ്പെട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് സ്മരിക്കുക, നന്ദിയുള്ളവരാവുക എന്നുള്ളത് നമ്മുടെ മേൽ ബാധ്യതയാണ്. ഫിർഔനിൻ്റെ അതികഠിനമായ പീഡനങ്ങളിൽ നിന്ന് അവർ രക്ഷപ്പെടുത്തി. പരിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിൽ അത് വിവരിക്കുന്നുണ്ട്. ധാരാളക്കണക്കിന് അക്രമങ്ങൾ, കുഞ്ഞുങ്ങളെ അടക്കം കൊന്നൊടുക്കുമായിരുന്നു, അതിൽ നിന്ന് അള്ളാഹു അവരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ സമുദ്രം പിളർത്തിക്കൊണ്ട് അവർക്ക് രക്ഷാമാർഗമൊരുക്കിയത്, മണ്ണ് സൽവ അള്ളാഹു ആകാശത്ത് നിന്ന് നല്ല രുചികരമായ ഭക്ഷണം ഇറക്കി കൊടുത്തത്, അതേപോലെ മേഘങ്ങൾ അവർക്ക് തണലിട്ടത്, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ അനുഗ്രഹങ്ങളുണ്ട്. അപ്പോൾ ഈ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഇടയ്ക്ക് അവരെ ഓർമ്മപ്പെടുത്തണം എന്നതാണ് അതുകൊണ്ടുള്ള ഒരു വിവക്ഷ. മറ്റൊന്ന്, അവരുടെ ജീവിതത്തിൽ ചരിത്രത്തിൽ സംഭവിച്ചിരിക്കുന്ന ചില ഭയാനകരമായ സംഭവങ്ങളുണ്ട്, അതിനെക്കുറിച്ചാണ് ഓർമ്മപ്പെടുത്തേണ്ടത് എന്ന് പറയുന്നവരുണ്ട്. കുഫാറുകളെ ഓരോ കാലഘട്ടത്തിലും അമ്പിയാക്കന്മാരെ നിഷേധിച്ചിരിക്കുന്ന, അള്ളാഹുവിൻ്റെ വഹദാനിയത്തിനെതിരെ പ്രവർത്തിച്ച അള്ളാഹുവിൻ്റെ ശത്രുക്കളെ ഓരോ കാലഘട്ടത്തിലും നശിപ്പിച്ച സംഭവങ്ങളുണ്ട്. അങ്ങനെ അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ രക്ഷപ്പെടുത്തിയ, അമ്പിയാക്കളെ രക്ഷപ്പെടുത്തിയ ഇതുപോലുള്ളതായ സംഭവങ്ങളെ സ്മരിക്കണം എന്നുള്ളതാണ്. ഈ അർത്ഥത്തിൽ മുഹറം മാസത്തിലെ ആഷൂറ 10ാമത്തെ ദിനം എന്നുള്ളത് വളരെയധികം സ്മരിക്കപ്പെടേണ്ടതായ, മറന്നുകളയാൻ പറ്റാത്തതായ, മുസ്ലിം ഉമ്മത്തെ എപ്പോഴും ഓർത്തിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. അയ്യാമുള്ള എന്ന അല്ലാഹു ഓർമ്മപ്പെടുത്തിയ ആ ദിവസങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണിത്, മുഹറം 10 എന്നുള്ളത്. ഹദീസുകളിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് ഹിജറ ചെയ്ത് മദീനയിൽ വരുമ്പോൾ അവിടെ ജൂത സമൂഹം നോമ്പെടുക്കുന്നുണ്ട്. അപ്പോൾ ചോദിച്ചു എന്താണ് കാരണമെന്ന്. അപ്പോൾ അവർ പറഞ്ഞു, ഹാദാ യൗമുൻ സാലിഹുൻ, ഇത് വളരെ നല്ല ഒരു ദിവസമാണ് എന്നവർ പറഞ്ഞതാണ്. വളരെ നല്ല ഒരു ദിവസമായതുകൊണ്ടാണ് അവർ മുഹറം 10 നോമ്പെടുത്തത്. എന്നിട്ട് അവർ പറഞ്ഞു അതിൻ്റെ വിവരണം, ഹാദാ യൗമുൻ നജ്ജല്ലാഹു ബനി ഇസ്രായീല മിൻ അദുവ്വിഹിം, ബനു ഇസ്രായേലിനെ അവരുടെ ശത്രുക്കളിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തിയ ദിവസമാണിത്. അതുകൊണ്ട് മൂസ അലൈഹിസ്സലാം ആ ദിവസത്തിൽ നോമ്പനുഷ്ഠിച്ചിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞു, ഫഅന അഹഖു ബിമൂസ മിൻകും, നിങ്ങളെക്കാൾ മൂസ അലൈഹിസ്സലാമുമായി ഏറ്റവും കടപ്പെട്ടവൻ, അർഹതയുള്ളവൻ ഞാനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞു എന്നാണ്. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ മുഹറം 10 നോമ്പനുഷ്ഠിക്കുന്നത് ആദ്യകാലം മുതലേ നിർബന്ധമായിരുന്നു എന്നാണ്. മക്കയിൽ വെച്ച് നബിയും സഹാബത്തും നോമ്പെടുക്കുമായിരുന്നു. നിർബന്ധമായ നോമ്പാണ്, സുന്നത്തായ നോമ്പല്ല. നിർബന്ധമായിരുന്നു മുഹറം 10 നോമ്പെടുക്കുക എന്നുള്ളത്. അതിനുശേഷം ഹിജറ 2ാം വർഷം റമദാനിലെ നോമ്പ് നിർബന്ധമാക്കിയപ്പോഴാണ് മുഹറം
10 നോമ്പ് സുന്നത്തായിട്ട് നിശ്ചയിക്കുന്നത്. അതുവരെ നിർബന്ധമായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ നബിയും സഹാബത്തുമെല്ലാം ആഷൂറ ഈ നോമ്പെടുക്കുമായിരുന്നു. സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഓർമ്മപ്പെടുത്തിയ ഒരു സംഭവം ഹദീസുകളിൽ കാണാം. നബിയോട് അടുത്ത് പറഞ്ഞു, നബിയെ, ജൂത നസാറാക്കൾ മുഹറം 10 ആദരിക്കുന്നുണ്ട്, ആദരിച്ചുകൊണ്ട് അവർ നോമ്പെടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്തു? മുഹറം 9 നോമ്പെടുക്കാൻ വേണ്ടിയിട്ട് സ്വഹാബികളെ പ്രേരിപ്പിച്ചു. അടുത്ത വർഷം ഞാനുണ്ടെങ്കിൽ എന്ത് ചെയ്യും? 9 നോമ്പെടുക്കുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ആഷൂറയിന്റെ നോമ്പിന് വലിയ ശ്രേഷ്ഠത ഉണ്ട്. ഹദീസുകളിൽ കാണാം, ഒരു വർഷത്തെ മുൻകഴിഞ്ഞ ഒരു വർഷത്തെ പാപങ്ങളെ അത് മായ്ച്ചു കളയും, പൊറുക്കാൻ കാരണമാകും. ചെറുപാപങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ചെറുപാപങ്ങൾ മനുഷ്യരിൽ നിന്ന് സംഭവിച്ചാൽ അത് ഇല്ലാതെയാക്കാൻ നിശ്ചയിച്ചിരിക്കുന്ന ധാരാളം കർമ്മങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു കർമ്മമാണ് മുഹറം 10 നോമ്പ്. അത് മുഖേന ഒരു മനുഷ്യൻ ചെയ്തിരിക്കുന്ന ചെറുപാപങ്ങളെ അള്ളാഹു എന്ത് ചെയ്യും? പുറത്തു കൊടുക്കും. വൻപാപങ്ങളെ ഉപേക്ഷിക്കുകയാണ് എങ്കിൽ, വൻപാപങ്ങൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിൽ തൗബ ചെയ്യേണ്ടതുണ്ട്. നിബന്ധനകൾ പാലിച്ചുകൊണ്ടുള്ള കൃത്യമായ പശ്ചാത്താപം ആവശ്യമുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് ചെറുപാപങ്ങൾ എന്ത് ചെയ്യും? ഉറക്കപ്പെടും. മുഹറം 10 മാത്രം നോമ്പെടുക്കുക എന്നുള്ളത് അനുവദനീയമാണ്. ഏറ്റവും ശ്രേഷ്ഠമായത് 9 10 നോമ്പെടുക്കുക എന്നുള്ളതാണ്. അതല്ലെങ്കിൽ 10 11 നോമ്പെടുക്കുക എന്നുള്ളതും മതിയാകുന്നതാണ്. 10 മാത്രം നോമ്പെടുത്താലും അത് മതിയാകുന്നതാണ്. എങ്കിലും ജൂത നസാറാക്കളോട് എതിര് കാണിക്കുക എന്നുള്ള അർത്ഥത്തിൽ 9 10 നോമ്പെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ള കാര്യം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ, അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആനിൽ ധാരാളം കാണാൻ സാധിക്കും. അവർ ചെയ്തിരിക്കുന്ന ആചാരങ്ങളെ, അവരുടെ അനുഷ്ഠാനങ്ങളിൽ നിന്ന് വ്യതിരിക്തമാവുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളം സ്ഥലങ്ങളിൽ പഠിപ്പിച്ചത് കാണാൻ സാധിക്കും. ഈ സംഭവത്തിൽ ധാരാളം ഫായിദകൾ ഉലമാക്കൾ പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അതിൽ ഒന്നാമത്തേത്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും നബിയുടെ ഉമ്മത്തും എല്ലാ അമ്പിയാക്കളോടും ഏറ്റവും അധികം കടപ്പെട്ടവരാണ്. എന്തുകൊണ്ടെന്നാൽ അവരുടെ ഈമാൻ അമ്പിയാക്കളിലുള്ള ഈമാൻ ഏറ്റവും സമ്പൂർണ്ണമാണ് എന്നുള്ളതിനാലാണ്. ഈമാൻ കാര്യങ്ങളിൽ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ് അൽ ഈമാനു ബിറുസുലി, അള്ളാഹുവിൻ്റെ മുർസലീങ്ങളിലുള്ളതായ വിശ്വാസം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ, അതേപോലെ തന്നെ സഹാബത്ത്, അവരെല്ലാം തന്നെ എല്ലാ അമ്പിയാക്കളിലും വിശ്വസിക്കുന്നവരാണ്. അവരുടെ ഇടയിൽ വേർതിരിവ് കാണിക്കുകയില്ല വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ. ഞങ്ങൾ മൂസ നബി വരെയും വിശ്വസിക്കുന്നു, ഈസാ അലൈഹിസ്സലാമിൽ വിശ്വസിക്കുകയില്ല. അല്ലെങ്കിൽ ഈസാ അലൈഹിസ്സലാമിൽ വരെയും വിശ്വസിക്കുന്നു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ വിശ്വസിക്കുകയില്ല. ഇങ്ങനെ വേർതിരിവ് കാണിക്കുകയില്ല. നൂഹ അലൈഹിസ്സലാം മുതൽ ഇങ്ങോട്ടുള്ളതായ എല്ലാ അമ്പിയാക്കളിലും മുർസലീങ്ങളിലും എന്ത് ചെയ്യുന്നു? വിശ്വസിക്കുന്നവരാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത്. മുൻകഴിഞ്ഞിരിക്കുന്ന സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർ ധാരാളം ആയാത്തുകൾ അവരുടെ അമ്പിയാക്കളോട് ആവശ്യപ്പെടുമായിരുന്നു വിശ്വസിക്കാൻ വേണ്ടിയിട്ട്. ഇതാ ഒരു നബി വന്നിരിക്കുന്നു, ഇത് അള്ളാഹുവിങ്കിൽ നിന്നുള്ള നബിയാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കണമെങ്കിൽ ഞങ്ങൾക്ക് തെളിവ് വേണം. വളരെ ഗംഭീരങ്ങളായ തെളിവുകൾ പലതും വന്നിട്ടും നിഷേധിച്ച ആളുകളുണ്ട്. പക്ഷെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു എന്നുള്ള കാരണത്താൽ ആദം മുതൽ അലൈഹിസ്സലാം മുതലുള്ള എല്ലാ അമ്പിയാക്കളിലും അവർ വിശ്വസിക്കുകയാണ്. കേവലം പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു എന്നുള്ള കാരണത്താൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവരിച്ചു എന്നുള്ള കാരണത്താൽ എല്ലാ അമ്പിയാക്കളിലും മുസ്ലിങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഉമ്മത്ത് വിശ്വസിക്കുന്നു. അതുകൊണ്ട് അമ്പിയാക്കളിലുള്ള വിശ്വാസത്തിൽ ഏറ്റവും സമ്പൂർണത വരിച്ചവരാണ് ഈ ഉമ്മത്ത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ ഈ ഉമ്മത്തിന് ഉമ്മത്തൻ വസത എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. ഒരു മധ്യമമായ സമൂഹമാണ്. ഹദീസുകളിൽ കാണാം, നാളെ ഖിയാമത്ത് നാളിൽ വിചാരണയുടെ സന്ദർഭത്തിൽ യുദ്ആ നൂഹുൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ നൂഹ അലൈഹിസ്സലാമിനെ വിളിക്കപ്പെടും. എന്നിട്ട് അത് സമയത്ത് നൂഹ അലൈഹിസ്സലാം മറുപടി പറയും, ലബ്ബൈക വസഅദൈക യാ റബ്ബ്, അല്ലാഹുവേ ഇതാ ഞാൻ ഉത്തരം നൽകുന്നു. അപ്പോൾ ചോദിക്കും, ഹൽ ബല്ലഗ്ത, താങ്കളുടെ ദൗത്യം നിർവഹിച്ചുവോ? താങ്കളെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന റിസാലത്തിന്റെ ദൗത്യം താങ്കൾ തന്റെ സമൂഹത്തിനെ എത്തിച്ചുവോ? അപ്പോ നൂഹ അലൈഹിസ്സലാം പറയും, നാം, അത് എത്തിച്ചു. അപ്പോ നൂഹ അലൈഹിസ്സലാമിന്റെ സമൂഹത്തോട് ചോദിക്കപ്പെടുമെന്നാണ്, ഹൽ ബല്ലഗകും, നൂഹ അലൈഹിസ്സലാം പറഞ്ഞു സത്യമാണോ?
അദ്ദേഹം താങ്കൾക്ക് നിങ്ങളുടെ അദ്ദേഹത്തിന്റെ ദൗത്യം ഏൽപ്പിച്ചു തന്നിട്ടുണ്ടോ, എത്തിച്ചു നൽകിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ സമൂഹം 950 വർഷത്തോളം ദഅവത്ത് ചെയ്തു എന്നാണ് നൂഹ് അലൈഹിസ്സലാം. അവരുടെ ഇടയിൽ അതിയായ പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ആ സമൂഹം പറയും, മാ അതാനാ മിൻ നദീർ, ഞങ്ങളിലേക്ക് ഒരു മുന്നറിയിപ്പുകാരനും വന്നിട്ടില്ല എന്ന് നൂഹ് അലൈഹിസ്സലാമിന്റെ സമൂഹം ഖിയാമത്ത് നാളിലും നിഷേധിക്കാൻ സന്നദ്ധമാകുമെന്നാണ്. അപ്പൊ അള്ളാഹു ചോദിക്കും, മൻ യഷ്ഹദു ലക്, നൂഹ് അലൈഹിസ്സലാമിനോടാ ചോദിക്കുന്നത്, ആരാണ് താങ്കളുടെ ഈ വാദത്തെ സാക്ഷ്യപ്പെടുത്താനുള്ളത്, സാക്ഷിയായിട്ട് ആരാണുള്ളത്? അപ്പൊ അദ്ദേഹം പറയും, മുഹമ്മദുൻ വ ഉമ്മത്തു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും മുഹമ്മദ് നബിയുടെ ഉമ്മത്തും അതിന് സാക്ഷികളാണ്. അപ്പോ ഫതഷ്ഹദൂന അന്നഹു ഖദ് ബല്ലഗ, മുഹമ്മദ് നബിയുടെ ഉമ്മത്ത് നൂഹ് അലൈഹിസ്സലാമിന് വേണ്ടിയിട്ട് സാക്ഷ്യം വഹിക്കുമെന്നാണ്. അതെ, നൂഹ് അലൈഹിസ്സലാം അവർക്ക് കാര്യങ്ങൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ സകല അമ്പിയാക്കളുടെയും ദൗത്യത്തിന് വേണ്ടിയിട്ട്, അവരുടെ ഉമ്മത്തിന് വേണ്ടിയിട്ട് സാക്ഷ്യം വഹിക്കുന്നത് ഈ ഉമ്മത്താണ്, മുഹമ്മദ് നബിയുടെ ഉമ്മത്താണ് എന്നുള്ളതിനാൽ മുഹമ്മദ് നബിയുടെ ഉമ്മത്തിനെ ഉമ്മത്തൻ വസതൻ ആക്കിയിട്ടുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. അള്ളാഹു കാര്യങ്ങൾ യഥാവിധം പഠിച്ച് മനസ്സിലാക്കി അമൽ ചെയ്യാൻ നല്ല തൗഫീഖ് നൽകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين أما بعد. പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിനെ തഖ്വ ചെയ്ത് സൂക്ഷ്മതയോടെ ജീവിക്കാൻ ഒരിക്കൽ കൂടി എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. യൗമുൽ ആശൂറ, മുഹറം 10 ദിവസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശ്വാസി മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പ്രതാപം അത് അള്ളാഹുവിനും അള്ളാഹുവിൻ്റെ റസൂലിനും മുഅ്മിനീങ്ങൾക്കുമാണ് എന്നുള്ളതിന് നേർ സാക്ഷ്യമാണ് യൗമു ആശൂറയിൽ നടന്നതായ സംഭവം. മൂസ അലൈഹിസ്സലാമിനെയും തൻ്റെ സമൂഹത്തെയും അള്ളാഹു സുബ്ഹാനഹു വ തആല അത്ഭുതകരമായി രക്ഷപ്പെടുത്തി, കുഫാറുകളെ പരാജയപ്പെടുത്തി. ഫിർഔൻ എത്ര കഠിനമായി ഉപദ്രവിക്കുകയും ആ സമൂഹത്തെ ഭിന്നിപ്പിക്കുകയും, ഇത് ഖുർആനിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ പല രീതിയിൽ പല ശൈലിയിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ എത്രയധികം അവരുടെ പീഡനങ്ങൾ അധികമായാലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം മുഅ്മിനീങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. പ്രതാപം കരഗതമാകുന്നത്, ശക്തി ലഭിക്കുന്നത്, സമൂഹങ്ങളിൽ സ്വാധീനമുണ്ടാകുന്നത് ഇത് അള്ളാഹു നിശ്ചയിക്കുമ്പോഴാണ്. ഇത് ഉണ്ടാവുക തന്നെ ചെയ്യും എന്ന് പരിശുദ്ധ ഖുർആൻ ധാരാളം സ്ഥലങ്ങളിൽ പഠിപ്പിക്കുന്നുണ്ട്. ഇത് അള്ളാഹുവിൻ്റെ വാദയാണ്, അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. ഇന്നാ ലനൻസുറു റുസുലനാ വല്ലദീന ആമനു ഫിൽ ഹയാത്തിദ് ദുനിയാ വയൗമ യഖൂമുൽ അഷ്ഹാദ്. അള്ളാഹ് പറയാണ്, നാം മുർസലീങ്ങളെ സഹായിക്കുക തന്നെ ചെയ്യും. നസ്ർ എന്ന് പറഞ്ഞാൽ ശത്രുക്കൾക്കെതിരിലുള്ള സഹായത്തിനാണ് പറയുക. ശത്രുക്കൾ നിങ്ങളെ പീഡിപ്പിക്കുന്നുണ്ടെങ്കിൽ, പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ അവരുടെ ഉപദ്രവത്തിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തും. മുർസലീങ്ങളെ മാത്രമല്ല, സകല മുഅ്മിനീങ്ങളെയും രക്ഷപ്പെടുത്തും. ദുനിയാവിൽ മാത്രമല്ല, നാളെ ആഖിറത്തിൽ അവരുടെ ശത്രുക്കളെ ശക്തമായി പീഡിപ്പിക്കുമ്പോൾ, ശിക്ഷിക്കുമ്പോൾ മുഅ്മിനീങ്ങൾക്ക് അവിടെയും വിജയമുണ്ടാകും. ഇങ്ങനെ ദുനിയാവിലും ആഖിറത്തിലും മുർസലീങ്ങൾക്കും മുഅ്മിനീങ്ങൾക്കും അള്ളാഹു വിജയം എന്ത് ചെയ്തിട്ടുണ്ട്, ഉറപ്പ് നൽകിയിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ തൻസുറുല്ലാഹ യൻസുർകും വയുസബ്ബിത് അഖ്ദാമകും. അല്ലയോ വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിൻ്റെ ദീൻ മുറുകെ പിടിക്കാൻ സന്നദ്ധരായാൽ, അള്ളാഹുവിൻ്റെ ദീനിനെ സഹായിക്കാൻ നിങ്ങൾ എപ്പോഴാണോ സന്നദ്ധരാകുന്നത്, അപ്പോൾ അള്ളാഹുവിൻ്റെ സഹായം നിങ്ങൾക്ക് വന്നെത്തും. നിങ്ങളുടെ പാദങ്ങൾക്ക് അള്ളാഹു സ്ഥൈര്യമേകും, അടിയുറച്ചു നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഇങ്ങനെ തുടങ്ങി ഹദീസുകളിലും ആയാത്തുകളിലും ധാരാളം കാണാൻ സാധിക്കും. പക്ഷേ അവിടെ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കണമെങ്കിൽ അതിന് ചില നിബന്ധനകളുണ്ട്, ചില കാരണങ്ങൾ സംഭവിക്കേണ്ടതുണ്ട്. ആ കാരണങ്ങൾ സംഭവിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് വിജയം നൽകും എന്നുള്ളത് തീർച്ചയാണ്, സംശയരഹിതമായ കാര്യമാണ്. ഇവിടെ മൂസ അലൈഹിസ്സലാമിനും തൻ്റെ സമൂഹത്തിനും അള്ളാഹു സുബ്ഹാനഹു വ തആല
വലിയ സഹായം ചെയ്തു, അത്ഭുതകരമായി അവിടെ രക്ഷപ്പെടുത്തി. മൂസ അലൈഹിസ്സലാമും സമൂഹവും എന്താണ് ചെയ്തത്? അവരെ നേരത്തെ സൂചിപ്പിച്ച ആയത്തിൽ പറഞ്ഞതുപോലെ ഇരുളുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുപോകാൻ മൂസ അലൈഹിസ്സലാമിനെ അയച്ചു എന്നാണ് പറഞ്ഞത്. ഇരുളുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുപോകാൻ മൂസ അലൈഹിസ്സലാം എന്ത് പ്രബോധനമാണ് അവിടെ നടത്തിയത്? എന്ത് രക്ഷാദൗത്യമാണ് മൂസ അലൈഹിസ്സലാം ചെയ്തത്? ഇത് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് വളരെ വ്യക്തമായി. പലപ്പോഴും അതുപോലുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത് തന്നെ മുസ്ലിം ഉമ്മത്തിലൊരു വിഭാഗം അവർക്ക് അരോചകമായ അനുഭവമാണ്. ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. മുസ്ലിം ഉമ്മത്തിന് അത് ഏത് കാലഘട്ടത്തിലാകട്ടെ, ഏത് സമൂഹത്തിലാകട്ടെ, ഏത് സന്ദർഭത്തിലാകട്ടെ വിജയം വേണമെങ്കിൽ വേണ്ട അടിസ്ഥാനപരമായ ക്വാളിറ്റികളുണ്ട്. അവർ പൂർത്തിയാക്കേണ്ട ചില നിബന്ധനകളുണ്ട്, ശുറൂത്തുകളുണ്ട്. അതുകൊണ്ട് മൂസ അലൈഹിസ്സലാമിനെ നിയോഗിക്കുമ്പോൾ ഒന്നാമത്തെ ദിവസം മൂസ അലൈഹിസ്സലാമിനെ നബിയായി അള്ളാഹു തെരഞ്ഞെടുക്കുന്ന ഒന്നാമത്തെ ദിവസം പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് എന്താണ് പ്രബോധനം ചെയ്യേണ്ടത്. ഒന്നാമത് പറയാൻ പറഞ്ഞത് ഇതാണ്: ഇന്നനി അനല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദ്നി. ഇതാണ് ഒന്നാമത്തെ റിസാലത്ത്. ഞാനാകുന്നു അല്ലാഹ്. തൂർ സീന പർവ്വതത്തിൽ മൂസ അലൈഹിസ്സലാമുമായിട്ട് നേരിട്ട് സംഭാഷണത്തിലാണ്. മൂസ അലൈഹിസ്സലാമിനോട് അല്ലാഹ് പറയുകയാണ്, ഞാൻ അല്ലാഹുവാണ്, ഇബാദത്തിന് അർഹനായിട്ട് ഞാനല്ലാതെ മറ്റാരും തന്നെയില്ല, അതുകൊണ്ട് നിങ്ങളുടെ ഇബാദാത്തുകൾ മുഴുവനും എനിക്ക് മാത്രമായിരിക്കണം. ഇതാണ് ഒന്നാമതായിട്ട് പഠിപ്പിക്കേണ്ടത്. ഇതാണ് മൂസ അലൈഹിസ്സലാം പ്രബോധനം ചെയ്യേണ്ടത്. ഇത് പറയാതെ ഒരു സമൂഹത്തിനും രക്ഷയില്ല. ഇത് പറയുന്ന സമൂഹങ്ങൾക്കെല്ലാം രക്ഷയുണ്ട്. അവരുടെ സമൂഹത്തിൽ സ്വസ്ഥതയും സമാധാനവും ലഭിക്കും. വ്യക്തികൾക്കാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും അങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് വ്യത്യസ്ത പ്രാർത്ഥനകൾ പഠിപ്പിച്ചിട്ടുണ്ട്. ദുആഉൽ കർബ് എന്നറിയപ്പെടുന്ന, അതേപോലെ തന്നെ വ്യത്യസ്ത പ്രാർത്ഥനകൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ പ്രാർത്ഥനകളുടെ എല്ലാം അടിസ്ഥാനം ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ആവർത്തിച്ചുറപ്പിക്കലാണ്. ഇബാദത്ത് അല്ലാഹു അല്ലാതെ മറ്റാർക്കും കൊടുത്തുകൂടാ. സകല ഇബാദത്തുകൾക്കും അർഹൻ അല്ലാഹു മാത്രമാണ്. ഇത് പഠിപ്പിക്കലാണ്. ഇതാണ് ഒന്നാമതായിട്ട് മൂസ അലൈഹിസ്സലാമിനോട് പറഞ്ഞത്. അതല്ലാതെ കുറെ ആളുകളെ കൂട്ടിയിട്ട് എന്ത് ചെയ്യുക, വിപ്ലവം നടത്തുക എന്നുള്ളത് ആയിരുന്നില്ല. ഈമാൻ ശരിയാക്കുക എന്നുള്ളത് തന്നെയാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമതായിട്ട് അള്ളാഹു മൂസ അലൈഹിസ്സലാമിനോട് പറയുന്നതാണ് നമസ്കാരം കൃത്യമായി നിർവഹിക്കണം. കൃത്യമായി അള്ളാഹുവിനെ സ്മരണ നിലനിർത്താൻ വേണ്ടിയിട്ട് നമസ്കാരം കൃത്യമാക്കണം. ഇതാണ് രണ്ടാമത്തെ ഉപദേശം. നുബുവത്ത് കിട്ടുന്ന ഒന്നാമത്തെ ദിവസം രണ്ടാമത് കൊടുക്കുന്ന നിർദ്ദേശം ഇതാണ്: കൃത്യമായി നമസ്കാരം നിർവഹിക്കണം. അള്ളാഹുവിന്റെ സഹായം ലഭിക്കാൻ നിങ്ങൾ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം അതാണ്. ഇത് നമ്മൾ നമ്മുടെ സമൂഹങ്ങളിലേക്കും മറ്റുമൊക്കെ നോക്കുക. എത്ര പ്രാധാന്യത്തോടെ ഈ ഉമ്മത്തിന് പഠിപ്പിക്കപ്പെട്ട കാര്യമാണ് നമസ്കാരം നിലനിർത്തുക എന്നുള്ളത്. 50 നേരത്ത് നമസ്കാരം നിർബന്ധമാക്കിയിട്ട് അതിനെ ചുരുക്കിക്കൊണ്ടാണ് 5 നേരത്തുമാക്കിയത്. അതുവരെയും കൃത്യമായി അനുഷ്ഠിക്കാൻ സാധിക്കാത്ത നമ്മൾ അള്ളാഹുവിന്റെ കാരുണ്യത്തെ എങ്ങനെയാണ് പ്രതീക്ഷിക്കുക? അള്ളാഹുവിന്റെ സഹായത്തെ എങ്ങനെയാണ് നാം കാത്തിരിക്കുക? അപ്പോ നമ്മുടെ വിലാപങ്ങൾക്ക്, പ്രയാസങ്ങൾക്ക് അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കണമെങ്കിൽ പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഒന്നാമത് തൗഹീദാണ്, രണ്ടാമത് നമസ്കാരമാണ്. മൂന്നാമതായിട്ട് അള്ളാഹു മൂസ അലൈഹിസ്സലാമിനോട് പറയുന്നത് ഇതാണ്: ഇന്ന സാഅത ആതിയ. ഖിയാമത്ത് നാൾ വരും, വരിക തന്നെ ചെയ്യും. മരണത്തോടെ എല്ലാം അവസാനിക്കുന്നില്ല. മരണത്തിന് ശേഷം വേറെ ഒരു ജീവിതമുണ്ട്, ഖബർ ജീവിതമുണ്ട്. അവിടെ വിചാരണയുണ്ട്, അവിടെ നന്മ തിന്മകൾ തൂക്കി നോക്കും, അവിടെ സിറാത്തുണ്ട്, നരകമുണ്ട്, സ്വർഗമുണ്ട്. ഈ ആഖിറത്തിലുള്ള വിശ്വാസം ഉറപ്പിക്കേണ്ടതുണ്ട്. അതിൽ നിങ്ങൾക്ക് സംശയമുണ്ടായിക്കൂടാ. ആഖിറത്തിലുള്ള വിശ്വാസത്തിൽ രൂഢമൂലമായ വിശ്വാസം വിശ്വാസികൾക്കുണ്ടാകണം. എങ്കിലേ അള്ളാഹുവിന്റെ സഹായം ലഭിക്കുകയുള്ളൂ. എന്നിട്ട് ഒരു മുന്നറിയിപ്പ് കൂടി കൊടുത്തു മൂസ അലൈഹിസ്സലാമിന്. എന്താണെന്നോ? ഫലാ യസുദ്ദന്നക അൻഹാ മൻ ലാ യുഅ്മിനു ബിഹാ വത്തബഅ ഹവാ. ഈ വിശ്വാസത്തിൽ നിന്ന് നിങ്ങളെ തെറ്റിക്കാൻ പല ആളുകളുണ്ടാകും. മരണത്തോടെ തീർന്നു. ജീവിതം എന്ന് പറഞ്ഞാൽ ഇത് മാത്രമാണ്, ഇവിടെ ആസ്വദിക്കാനുള്ളതാണ്. ഒരൊറ്റ ജീവിതമേ ഉള്ളൂ. ഈ ജീവിതത്തിൽ അടിച്ചു പൊളിക്കുക, ഇത് മാത്രമാണ് ജീവിതം, ഭൗതികമായ ജീവിതം മാത്രമാണ് ജീവിതം എന്ന് പറയുന്ന ഭൗതികവാദികളായ മതനിഷേധികളായ പ്രസ്ഥാനങ്ങൾ അവർ ധാരാളം ഉണ്ടാകും, എമ്പാടും ഉണ്ടാകും. അതുകൊണ്ട് മൂസ അലൈഹിസ്സലാമിനോടുള്ള ഇന്ന് തുടങ്ങിയതല്ല, മൂസ അലൈഹിസ്സലാമിനോടാണ് പറയുന്നത്. അതുകൊണ്ട് ഫലാ യസുദ്ദന്നക അൻഹാ മൻ ലാ യുഅ്മിനു ബിഹാ.
മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്നുള്ളതിന് വിശ്വസിക്കാത്തതായ ആളുകൾ ഈ വിശ്വാസത്തിൽ നിന്ന് നിങ്ങളെ തടുക്കാതിരിക്കട്ടെ. അവർ തോന്നിവാസികളാണ്, സ്വന്തം ഇച്ഛകൾക്കനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്ന, എങ്ങനെയും ജീവിക്കാം, തോന്നുന്നത് പോലെ കള്ളുകുടിക്കാം, വ്യഭിചരിക്കാം, അല്ലെങ്കിൽ സകല തോന്നിവാസവും ചെയ്യാം. എത്രത്തോളം എന്നാൽ വളരെ നികൃഷ്ടമായ രീതിയിൽ നമ്മുടെ കേരളത്തിലെ പല മാഗസിനുകളിലും സ്വന്തം താല്പര്യ ഇഷ്ടപ്രകാരമാണ് എങ്കിൽ മാതാക്കളെ വരെയും പെങ്ങന്മാരെ വരെയും ഭോഗിക്കാമെന്നുവരെയും എഴുതി വെക്കുന്ന വൃത്തിഹീനന്മാരായ ആളുകൾ നമ്മുടെ സമൂഹത്തിൽ എന്ത് ചെയ്തു? അത് പറയാൻ എഴുതാൻ അവർക്ക് ധൈര്യം വന്നിട്ടുണ്ട്. ഈ രീതിയിൽ സമൂഹത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോ മൂസ അലൈഹിസ്സലാമിന് കൊടുക്കുന്ന നിർദ്ദേശമാണ്, ഈ വിശ്വാസത്തിൽ നിന്ന് നിങ്ങളെ മതനിഷേധികളായ ആളുകൾ തടുക്കാതിരിക്കട്ടെ, തോന്നിവാസികളായ ആളുകൾ തടുക്കാതിരിക്കട്ടെ. ഫതർദ, എന്നാൽ പിന്നെ താങ്കളും നശിച്ചതു തന്നെയാണ്, നിങ്ങൾക്കും വലിയ നാശമായിരിക്കും വരാനുള്ളത്. ഈ 3 കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് മൂസ അലൈഹിസ്സലാമിന് ചില ആയാത്തുകൾ കൊടുത്തിട്ട് ഫിറൗന്റെ അടുക്കലേക്ക് വിടുന്നത്. ഈ 3 കാര്യത്തിൽ എവിടെയാണോ ലംഘനങ്ങൾ ഉണ്ടാകുന്നത് അവിടെ അള്ളാഹുവിന്റെ സഹായം കാത്തിരിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു കാര്യങ്ങൾ യഥാവിധം പഠിച്ച് മനസ്സിലാക്കി അമൽ ചെയ്യാൻ നല്ല തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമ്മിലുള്ള രോഗികൾക്ക് പരിപൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا اغفر لنا ولوالدينا كما ربونا صغارا. وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين.